പ്രിയങ്കരിയായ അധ്യക്ഷ, കൊല്ലത്തിൻ്റെ മേയർ കൂടിയായ ശ്രീമതി ഹണി ബെഞ്ചമിൻ അവർ, ഏവർക്കും സ്വാഗതം പറഞ്ഞ് ശ്രീ ബിനു ശിവദാസ് COA സംസ്ഥാന ട്രഷറർ കൂടിയാണ്, പ്രിയപ്പെട്ട ഇവിടെ എത്തുമെന്ന് അറിയിച്ച ഇരവിപുരത്തിൻ്റെ MLA ശ്രീ നൗഷാദ്, ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLA അവർ, ഇവിടെ വിശിഷ്ട വ്യക്തികളായി നിരവധി ആൾക്കാരിരിപ്പുണ്ട്. നമ്മുടെ ഗാന്ധി ഭവൻ്റെ തന്നെ ഡോക്ടർ സോമരാജൻ, അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ വനിതാ കമ്മീഷൻ അംഗം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരായ ഈ കേരള വിഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ പ്രിയങ്കരായ കുടുംബശ്രീ അംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു പരിപാടിയുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പേയും കേരള വിഷൻ്റെ ഒരു പരിപാടിയിൽ, 1-2 പരിപാടിയിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. ഇന്ന് കേരളത്തിൽ തന്നെ ചാനൽ മേഖലയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള വിഷൻ ഓൾ ഇന്ത്യ ബേസ് എടുത്ത് പരിശോധിക്കുമ്പോഴും 4-ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഒരു ചാനൽ ഇത്രയധികം മുന്നിൽ കേരളത്തിലെയും കേരളത്തിലെ ജനങ്ങളിലൂടെ മുമ്പിലും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ബേസിലുമൊക്കെ ഒത്തിച്ചേരണമെങ്കിൽ അവർ നിസ്സാരപ്പെട്ട ആൾക്കാരല്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. ഒരുപാട് പാടുപെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കും മറ്റ് ചാനലുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഇതിൻ്റെ മുന്നിലെത്തുവാൻ, ആ ചാനലുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് 1-ാം സ്ഥാനത്തേക്ക് കേരളത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ ഈ ചാനലിൻ്റെ അംഗങ്ങളായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. കരുനാഗപ്പള്ളി ആയിരുന്നു എന്ന് തോന്നുന്നു, ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള ആൾക്കാർ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് കണ്ടു. ഒരു ചാനൽ മേഖല അല്ലെങ്കിൽ ഒരു ചാനൽ നടത്തുന്ന അത്തരത്തിലുള്ള പരിപാടികളിൽ ആ ചാനലിൻ്റെ തന്നെ ഉപഭോക്താക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമായി എനിക്ക് അന്ന് തന്നെ തോന്നിയതാണ്. ഇന്ന് വീണ്ടും കേരളത്തിൽ കുടുംബശ്രീയുടെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ആൾക്കാർ, നമുക്കറിയാം കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇവർ കുടുംബശ്രീക്ക് വേണ്ടി പരിപാടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. സംരംഭകരായി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് ഇപ്പോൾ ഉയർന്നു വരുന്നത് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന നമ്മുടെ സഹോദരിമാരാണ്. 1997 കേരളത്തിൽ നമുക്കറിയാം EK നയനാർ അധികാരത്തിൽ വന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചത്. ആ കുടുംബശ്രീ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ സ്ത്രീ ശക്തിയായി ഇന്നവർ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരിക്കലും ചിന്തിച്ചിരുന്നില്ല കുടുംബശ്രീ ഇത്രയധികം മാറുമെന്ന്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അടുക്കളത്തളങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുവാൻ മുന്നോട്ട് വന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അതുമാത്രമല്ല, സ്ത്രീ ശാക്തീകരണ രംഗമെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം എടുത്ത് പരിശോധിച്ചാൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ മാത്രം പറഞ്ഞതല്ല. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി കേരളത്തിൽ വന്ന ഘട്ടത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷക്കാലത്തിന് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ കുടുംബശ്രീയുടെ ഒരു വലിയ പരിപാടിയിൽ അവർക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. പങ്കെടുത്ത മാത്രമല്ല, അവിടെ കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, അവരുടെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ ഇതെല്ലാം കേട്ടറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നോക്കിയപ്പോൾ വലിയൊരു ജനാവലി അവരുടെ മുന്നിൽ അവർക്ക് കാണുവാൻ സാധിച്ചു.
അങ്ങനെയാണ് അവർ പറഞ്ഞത്. കുടുംബശ്രീയുടെ ചരിത്രവും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ, കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതികളും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാറ്റം കേരളത്തിന് ഇന്നുണ്ട്. അത് സ്ത്രീ ശാക്തീകരണ രംഗത്താണ്. അതുകൊണ്ടാണ് കേരളം സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഇത്രയധികം മുന്നിൽ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നത്, അത് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ സംരംഭക വർഷം കേരളത്തിൽ ആചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 2022, 2023 കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടില്ല. എന്നാൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ധാരാളം ആൾക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തുകെട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വളരെയധികം ശ്രദ്ധ കൊടുത്ത ഒരു ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് ആ ഗവൺമെൻറ് ഒന്ന് തീരുമാനിച്ചു, ഞങ്ങൾ 22, 23 കാലവർഷം ഒറ്റ വർഷം കൊണ്ട് ഏകദേശം 1 ലക്ഷം ആൾക്കാർക്ക് ഞങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചൊരു ഗവൺമെൻറ്. എന്നാൽ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 1 ലക്ഷമായിട്ട് കേരളത്തിൽ ഒരു വർഷം നീണ്ടു നിന്നില്ല. 1,40,000 സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറി. അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാ ജില്ലകളിലും അവരുടെ കൂട്ടായ്മകൾ വിളിച്ചു ചേർത്തു. ആയിരക്കണക്കിന് യുവതി യുവാക്കൾ അതിനകത്തൊക്കെ പങ്കെടുത്തു. അതെല്ലാ ജില്ലകളിലും കൂടെ ആയപ്പോഴത്തേക്ക് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ അതിലൂടെ വന്നു. അവർക്ക് ആവശ്യമുള്ള പ്രോജക്റ്റുകൾ ഏതാണ്, നല്ല പ്രോജക്റ്റുകൾ, അത് ബാങ്കുകളിൽ സമർപ്പിക്കുവാൻ, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ, പഞ്ചായത്തുകൾ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുവാൻ, നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെ സഹായങ്ങൾ കൂടി കിട്ടിയപ്പോൾ വലിയൊരു മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലകൾക്കും ഉണ്ടായത്. അതിലൂടെ ഒട്ടേറെ സംരംഭകർ വന്നു. അതിൽ 32,000 സംരംഭങ്ങൾ കേരളത്തിലെ വനിതകൾ നേതൃത്വം കൊടുത്ത സംരംഭമാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അതിൻ്റെ മുഖ്യ പങ്കാളികളായി വന്നിരിക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീ തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം, ഞാൻ അന്നൊരു മന്ത്രിയല്ല, ഞാനൊരു MLA അല്ല, പക്ഷേ ഞാനൊരു പ്രസ്ഥാനത്തിൽ ഒരു കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണായിരുന്നു. കേരളത്തിൽ കേരള പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനായി നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയെ സഹായിക്കുവാൻ അന്ന് മുന്നോട്ട് വന്നൊരു വ്യക്തി. എങ്ങനെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ലക്ഷക്കണക്കിന് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയിച്ചിറക്കുന്നു. ആ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ഒരാൾക്ക് 1000 കോഴിയെ വെച്ച് ഒരു കുടുംബശ്രീക്ക് ഞങ്ങൾ കൊടുത്തപ്പോൾ വലിയ മാറ്റം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ നമ്മൾ പൗൾട്രി കോർപ്പറേഷൻ വഴി അതിനെ കൊടുത്തു. 45 ദിവസം കൊണ്ട് അത് ഇറച്ചിക്കോഴിയായി മാറുകയാണ്. ഒരു കോഴിക്ക് ഏകദേശം 2 കിലോ വെയിറ്റ് വരും. നിങ്ങൾക്കറിയാം, ഒരു കോഴിക്ക് ചിലപ്പോൾ 80 രൂപ, ചിലപ്പോൾ 90 രൂപ 1 കിലോ ഇറച്ചിക്ക്. 2 കിലോ ആകുമ്പം ഈ 45 ദിവസം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന തുക എത്രയാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടണം. ചിലപ്പോൾ അതിന് വേണ്ടുന്ന, ചിലപ്പോൾ അതിൻ്റെ തീറ്റ, ഇതെല്ലാം അതിൻ്റെ കൂലി ചിലവ് കണക്ക് കൂട്ടിയാലും നല്ലൊരു തുക കുടുംബശ്രീ അംഗങ്ങൾക്ക് അതിലൂടെ കിട്ടുമെന്നുള്ളത് നമുക്കുറപ്പാണ്. അവരെയെല്ലാം കൂടെ ഞങ്ങൾ എറണാകുളത്ത് വിളിച്ചു. കഴിഞ്ഞ 5 വർഷവും നമ്മുടെ സംസ്ഥാനത്ത് ഈ വകുപ്പ് കൈകാര്യം ചെയ്ത, മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട ശ്രീ കെ രാജു, അദ്ദേഹം മിനിസ്റ്ററായിരുന്ന സമയത്ത് ഈ കുടുംബശ്രീ അംഗങ്ങളെ മുഴുവൻ ഞങ്ങൾ എറണാകുളത്ത് വിളിച്ചു. അവർക്ക് ഓരോരുത്തർക്കും ചെക്ക് അവിടെ വെച്ചായിരുന്നു ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചെക്കുകൾ കയ്യിൽ കിട്ടിയപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ആ കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ കുടുംബശ്രീക്കാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇത്രയും വലിയ തുക ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കിത് ഒരു വലിയ ലാഭകരമായി ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോഴും അവർ വളരെ നല്ലതുപോലെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അതിനെ വളർത്തുന്നു. അതുമാത്രമല്ല, ഇന്ന് ഗവൺമെൻറ് തന്നെ കേരള ചിക്കൻ എന്ന് പറഞ്ഞൊരു പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അത് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് നമ്മുടെ ഇവിടെ തന്നെയുള്ള കോഴി ഇറച്ചി നമ്മുടെ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ സാധാരണക്കാർക്ക് കഴിക്കുവാൻ ഒരു വിഷബാധയും ഏൽക്കാതെ അതിനെയൊക്കെ കഴിക്കുവാൻ പറ്റാവുന്ന രീതിയിൽ നിന്ന് ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും കേരള ചിക്കൻ എന്ന ലേബലിൽ അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞതും ഇതിൻ്റെ പിറകിൽ നിന്നതുകൊണ്ട് മാത്രമാണ്.
അപ്പോൾ അത്തരത്തിൽ കുടുംബശ്രീക്കാർ നമുക്കറിയാം അവരുടെ മേളകൾ എല്ലാ വർഷവും നടത്തും. ആ ഓരോ മേളകളിലും അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ മുഴുവൻ മേളകളിൽ പ്രദർശിപ്പിക്കുന്നത് നാം പലപ്പോഴും കാണും. അതൊക്കെ തന്നെ നല്ല വ്യക്തമായ നല്ല ദൃഢമായ നിശ്ചയത്തോടു കൂടി അവർ ഇറക്കുന്നതാണ്. ഒരു പക്ഷേ അവരുടെ പല ഉൽപ്പന്നങ്ങളും ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്കും ഇന്ന് വരുന്നുണ്ട്. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മുതലാളിമാർ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും വളരെ വ്യക്തതയോടുകൂടി വളരെ നല്ലതുപോലെ നല്ല പാക്കറ്റുകളിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ തരത്തിൽ നമ്മുടെ ഗവൺമെൻറ് തന്നെ കോടികൾ ചെലവഴിക്കുകയാണ് ഓരോ വർഷവും ബഡ്ജറ്റിൽ കുടുംബശ്രീക്ക് വേണ്ടി പണം മാറ്റിവെക്കുവാൻ. അത് ഇതര ത്രിതല പഞ്ചായത്തുകൾക്ക് 40% ഫണ്ടുകൾ കൊടുക്കുമ്പോൾ അതിലും ഇത്ര ശതമാനം സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ 15% മാറ്റിവെക്കുമ്പോൾ അത് സ്ത്രീ സംരംഭകർക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി ത്രിതല പഞ്ചായത്തും രംഗത്ത് വന്നപ്പോൾ വലിയൊരു മാറ്റമാണ് കേരളത്തിൽ നമുക്കിന്ന് കുടുംബശ്രീ രംഗത്ത് കാണുവാൻ കഴിയുന്നത്. ആ കുടുംബശ്രീക്കാരെ അവരുടെ ഏറ്റവും നല്ല സംരംഭകരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒത്തിരി പാടാണ്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് തന്നെ എത്രയോ സംരംഭകർ കുടുംബശ്രീക്കുണ്ട്. ആ സംരംഭകരിൽ ഏറ്റവും നല്ല സംരംഭകരെ തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. അതെല്ലാം വളരെ നല്ലതുപോലെ അത്തരത്തിലുള്ള സംരംഭകരെ തിരഞ്ഞെടുക്കുവാനും 10 പേർക്ക് അവർക്ക് സ്പെഷ്യൽ അവാർഡ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉയർത്തുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ കേരള വിഷൻ കൊണ്ടുവരുവാനും ആ വിഷൻ തന്നെ അവരെയെല്ലാം ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഫൈനൽ കേരള വിഷൻ്റെ പരിപാടി അവർ സംഘടിപ്പിക്കുവാനും മുതിരുന്നു എന്നുള്ളതാണ് കേൾക്കുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത് കേട്ടപ്പോൾ തന്നെ വളരെ അഭിമാനം തോന്നുന്നു. കേരള വിഷൻ നമ്മുടെ കേരളത്തിൽ ഇന്ന് നിറസാന്നിധ്യമായ ഒരു വിഷനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരുപാട് ചാനലുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും ഒരു പ്രത്യേകത അർഹിക്കുന്ന ഒരു ചാനലാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഉത്തരവാദിത്വത്തോടു കൂടി ആ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്ന പ്രിയങ്കരായ കുടുംബശ്രീ അംഗങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.